നടൻ കൃഷ്ണകുമാറിന്റെ ഇളയ മകളാണ് ഹൻസിക. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. സ്വന്തമായി യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട്. ഒരു പ്രത്യേക ഫാൻ ബേസ് ഇതിനോടകം തന്നെ സ്വന്തമാക്കാൻ ഹൻസികയ്ക്ക് കഴിഞ്ഞു. ഇപ്പോഴിതാ ഹൻസിക സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഒരു വീഡിയോയാണ് വൈറലാകുന്നത്. മാതാപിതാക്കളായ കൃഷ്ണകുമാറും സിന്ധുവുമാണ് ഹൻസികയ്ക്കൊപ്പം വീഡിയോയിലുള്ളത്. ഹു നോസ് മീ ബെറ്റർ എന്ന ഗെയിമാണ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഹൻസിക ചെയ്തത്. ഹൻസിക തന്റെ ഇതുവരെയുള്ള ജീവിതവും താൽപര്യവും ഇഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഗെയിമിന്റെ ഭാഗമായി മാതാപിതാക്കളോട് ചോദിച്ചത്. ആരാണോ ഏറ്റവും കൂടുതൽ ശരിയുത്തരങ്ങൾ പറയുക അവരാകും വിജയി. മകളെ സിന്ധുവും കൃഷ്ണകുമാറും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നത് ഇരുവരുടെയും മറുപടികളിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ കുഞ്ഞായിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന ഒരു അസുഖത്തെക്കുറിച്ചും ഹൻസിക പുതിയ വീഡിയോയിൽ വെളിപ്പെടുത്തി. കുഞ്ഞായിരുന്നപ്പോൾ തനിക്ക് അസുഖം ബാധിച്ചപ്പോൾ എത്ര വയസ്സായിരുന്നു എന്നാണ് ഹൻസിക സിന്ധുവിനോടും കൃഷ്ണകുമാറിനോടും ചോദിച്ചത്. അതിനുള്ള മറുപടി പറയുന്ന കൂട്ടത്തിലാണ് മകളുടെ അസുഖത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചത്. 1.5 വയസ്സുള്ളപ്പോഴാണ് ഹൻസുവിന് അസുഖം പിടിപെട്ടത്. നെഫ്രയാറ്റിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഹൻസികയ്ക്ക് പിടിപെട്ടത്. വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോഡിക് സിൻഡ്രം. അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും. സാധാരണയായി 1 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം ബാധിക്കാറുള്ളത്. അപൂർവമായി മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട്. ഈ അസുഖം മൂലം താൻ അന്ന് മുഖത്തെ നീര് വന്ന് ചൈനീസ് ലുക്കുള്ള കുട്ടിയായിരുന്നുവെന്നും ഹൻസിക പറയുന്നു. പക്ഷേ ആ ലുക്കിലുള്ള തന്റെ ചിത്രങ്ങൾ ഇഷ്ടമാണെന്നും താരപുത്രി പറഞ്ഞു. മകളുടെ അസുഖത്തെക്കുറിച്ചും നൽകിയ ചികിത്സയെക്കുറിച്ചും പിന്നീട് സിന്ധുവും കൃഷ്ണകുമാറും സംസാരിച്ചു. അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികയെ ചികിത്സിച്ചത്. അന്ന് ഹൻസുവിനെ ചികിത്സിച്ച ഡോക്ടർ കാശിയോടും കമലയോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസു ഓകെയായത്. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓകെയായത്. വളരെ കഷ്ടപ്പെട്ട ഒരു ലോങ് ജേണിയായിരുന്നു അത്. 3 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു. മെഡിസിൻസ് തുടർന്ന് 4 വർഷത്തോളം എടുത്തു. ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അനന്തപുരി ഹോസ്പിറ്റലിനെ തന്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹൻസു പറയാറുള്ളതെന്നും സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞു.